ഞാൻ വരുന്നില്ലടാ, നിങ്ങൾ പോയിട്ട് വാ. കല്യാണി അമ്മയെ കാണാൻ പോകണമെന്ന് സീതയാണ് കണ്ണനെ ഓർമ്മിപ്പിച്ചത്. കല്യാണത്തിൻ്റെ കാര്യം അവരോട് പറയണമെന്ന് അവളാണ് ആഗ്രഹിച്ചതും. കണ്ണൻ കാറുമായി വന്നിരുന്നു. ഹരിയോട് അവരുടെ വീട്ടിലേക്ക് വരാനും കണ്ണൻ തന്നെയാണ് ആവശ്യപ്പെട്ടത്. കാര്യമെന്തെന്ന് അവനോട് പറഞ്ഞിരുന്നില്ല. തനിക്ക് മുന്നിൽ മുഖമൊളിപ്പിക്കാൻ പാടുപെടുന്ന പാറുവിനെ ഓർത്തിട്ട് തന്നെയായിരുന്നു ഹരി ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചത്. എത്രയൊക്കെ സങ്കടമില്ലെന്ന് ഭാവിച്ചാലും പ്രണയം കാണാൻ കൊതിക്കുന്ന അവളുടെ കണ്ണുകളിൽ ഒരുതരം ഒളിച്ചുകളി കാണുമ്പോൾ എത്രയൊക്കെ അടക്കി പിടിച്ചിട്ടും ഹൃദയം പിടയുന്നുണ്ടായിരുന്നു അവന്. ആ വേദനയെ ഭയന്നല്ല വരുന്നില്ലെന്നുള്ള അവൻ്റെ ആ തീരുമാനം, മറിച്ച് പാറുവിനെ വേദനിപ്പിച്ചുകൊണ്ട് അവനൊന്നും ചെയ്യണ്ടായിരുന്നു. അതെന്താടാ നീ പോരാത്തെ? കണ്ണൻ അവനെ നോക്കി. ഒന്നുമില്ലടാ കണ്ണ, നിങ്ങൾ പോയിട്ട് വാ, എനിക്ക് ഇച്ചിരി തിരക്കുണ്ട്. ഒരുങ്ങിയിറങ്ങി വരുന്ന സീതയുടെ പുറകിലെ പാറുവിലാണ് ഹരിയുടെ കണ്ണുകൾ. നിന്നെ ഞാൻ വിളിച്ചപ്പോൾ ആദ്യം എന്താ ചോദിച്ചത്? കണ്ണൻ അവന് മുന്നിൽ നടുവിന് കൈകുത്തി നിന്നിട്ട് ചോദിച്ചു. നിനക്ക് എന്തെങ്കിലും തിരക്കുണ്ടോ ഇന്ന്? ഹരി മറുപടി പറഞ്ഞു. എന്നിട്ട് അതിന് നീ എന്നോട് പറഞ്ഞ ഉത്തരം എന്തായിരുന്നു? കണ്ണൻ അവനെ കുറിപ്പിച്ചു നോക്കി. ഹരി ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അവനെ നോക്കി. അപ്പോഴൊന്നുമില്ലാത്ത ഈ പറയപ്പെടുന്ന തിരക്ക് ഇപ്പോഴെങ്ങനെ പെട്ടെന്ന് കയറി വന്നെന്ന് പറഞ്ഞു താടാ. കണ്ണൻ വിടാനുള്ള ഭാവമില്ല. ഹരി ഒന്നും പറയാതെ നോട്ടം മാറ്റി. ഇങ്ങനെ ഒഴിഞ്ഞു മാറിയ ഒന്നും നടക്കില്ല ഹരി. ഇത്രയും കാലം കാത്തിരുന്നില്ലേ നീ? തൽക്കാലം അത് മതി. ഇനി നീ വേദനിച്ച് പിടയുന്നത് കാണാൻ വയ്യടാ എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചതും. കണ്ണൻ ഹരിയുടെ അരികിലേക്ക് ചേർന്ന് നിന്നിട്ട് പറഞ്ഞു. അത് വേണ്ട കണ്ണ. പാറുവിന്, അവൾക്കെന്നെ കാണുന്നത് തന്നെ. വേദന തിങ്ങിയൊരു ചിരി. കണ്ണൻ്റെ ഉള്ളം പിടഞ്ഞു. അവൾ വേദനിക്കട്ടെ ഹരി, വേദന കൊണ്ട് പിടയണം. ഒടുവിൽ നിന്റെ നെഞ്ചിൽ അവൾ ആ വേദന ഇറക്കി വെക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. കണ്ണൻ ഹരിയുടെ തോളിൽ അമർത്തി പിടിച്ചു. എന്നാലും എടാ. എന്നിട്ടും ഹരിക്കൊരു തീരുമാനത്തിലെത്താനായില്ല. ഒരെന്നാലും ഇല്ല. കാത്തിരുന്ന് മുരടിച്ചു പോകാൻ നിന്നെ അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. മൊട കാണിച്ച ചങ്കാണെന്നൊന്നും ഞാൻ നോക്കൂല. അടിച്ച് പല്ല് കൊഴിക്കും കേട്ടോടാ പരട്ടെ. കണ്ണൻ ഹരിക്ക് നേരെ കണ്ണുരുട്ടി. ഹരി ചിരിച്ചുപോയി അവൻ്റെ ആ ഭാവം കണ്ടിട്ട്. പടവിറങ്ങി വന്നിരുന്ന സീതയും പാറുവും അവർക്ക് പിറകിൽ ലല്ലുവിനെ എടുത്തുകൊണ്ടുവരുന്ന അച്ചുവും അരികിലെത്തിയപ്പോൾ മാത്രമാണ് ഹരിയെ കണ്ടത്. വന്നയുടനെ ഹരി അച്ചുവിന് നേരെ കൈനീട്ടി ലല്ലുവിനെ വാങ്ങിയെടുത്തു. അവളുടെ മുഖത്തും അവനെ കണ്ടതിൻ്റെ സന്തോഷമുണ്ട്. ഹരി, നീയും വരുന്നുണ്ടോ? സീത ആഹ്ലാദത്തോടെ ചോദിച്ചു. അവൾക്ക് പിന്നിലുള്ള പാറുവിൻ്റെ നേരെയാണ് ഹരിയുടെ കണ്ണുകൾ അപ്പോഴും. തൻ്റെ മറുപടി കേട്ട് ആ കണ്ണുകൾ പിടയുന്നത് ഹരി വേദനയോടെ കണ്ടു നിന്നു. കണ്ണൻ അവൻ്റെ തോളിൽ തട്ടി. ഞാൻ ആഗ്രഹിച്ചിരുന്നു ഹരി, നീ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന്. സീത ആവേശത്തിൽ ഹരിയുടെ കയ്യിൽ പിടിച്ചു. അതെനിക്കറിയാലോടി സ്ട്രോങ് സീതാലക്ഷ്മി. അതുകൊണ്ടാണല്ലോ ഞാൻ നിന്റെ കരിയെ കൂടി വിളിച്ചത്. എങ്ങനെയുണ്ട് ചേട്ടൻ്റെ ബുദ്ധി? കണ്ണൻ പുരികം പൊക്കിക്കൊണ്ട് സീതയെ നോക്കി. കരിയല്ല, ഹരി. സീത അവനെ നോക്കിക്കൊണ്ട് പല്ല് കടിച്ചു. ആ കരി തന്നെ. നിന്ന് കണ്ണുരുട്ടി കളിക്കാതെ അങ്ങോട്ട് കയറടി ദുർഗാലക്ഷ്മി. ഹരിയെ നോക്കി കണ്ണടച്ച് കാണിച്ചിട്ട് കണ്ണൻ സീതയ്ക്ക് വേണ്ടി ഡോർ തുറന്നു കൊടുത്തു. ഹരിയും മജുവും അവരുടെ സംസാരം കേട്ടിട്ട് ചിരിക്കുന്നുണ്ടെങ്കിലും പാറുവിൻ്റെ മുഖത്ത് ടെൻഷനായിരുന്നു. പാറു, അറിയോ ഓക്കെ? അതറിഞ്ഞിട്ട് മനഃപൂർവ്വമാണ് കണ്ണൻ അവളോട് അങ്ങനെ ചോദിച്ചത്. ആ. വിളറി വെളുത്തു പോയ അവളുടെ മുഖത്തേക്ക് ഹരി അലിവോടെ നോക്കി. എങ്കിൽ കയറിയിരിക്കെ. തിരിച്ചു പോരും വഴി നമ്മൾക്ക് ഡ്രസ്സ് കൂടി എടുക്കാനുണ്ട്. ഇനി നാളത്തെ ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ. എന്തെല്ലാം ചെയ്യാനുണ്ട്? കണ്ണൻ പറഞ്ഞു. ഡ്രസ്സ് എടുക്കുന്നുണ്ടോ കണ്ണ? ഹരിയും അപ്പോഴാണ് ആ വിവരം അറിയുന്നത്. അതും കൂടി അങ്ങ് നടത്തി കളയാടാ. അല്ലെങ്കിലും ആരെയാ കാത്തു നിൽക്കേണ്ടത്? എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ. കണ്ണൻ്റെ മുഖം വാടി. എനിക്കെൻ്റെ അമ്മയെയും പപ്പയെയും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഹരി. അവരുണ്ടായിരുന്നുവെങ്കിൽ എന്തൊരു ആഘോഷമാകുമായിരുന്നു എൻ്റെ. കണ്ണൻ്റെ സ്വരം വളരെ നീർത്തു. സീത പിടച്ചിലോടെയാണ് കണ്ണനെ നോക്കിയത്. അവൻ്റെ മനസ്സത്ര സങ്കടം സഹിക്കുന്നുണ്ട് ആ നിമിഷമെന്ന് അവർക്കെല്ലാം അറിയാമായിരുന്നു. ഹേ, ടെൻഷൻ ആവാതെടാ. ഞങ്ങളൊക്കെ ഇല്ലേ നിന്റെ നിഴൽ പോലെ? ഇല്ലേ? ഹരിയുടെ കയ്യിലിരുന്ന ലല്ലുമോള് പോലും ചിരിച്ചുപോയി. കണ്ണൻ്റെ വേദനയിൽ സ്വയം നീറുന്നുണ്ടെങ്കിലും ഹരി ചിരിച്ചുകൊണ്ട് അവൻ്റെ തോളിൽ ചേർത്ത് പിടിച്ചു. ബാ പോവാം.
കണ്ണനും ചിരിച്ചുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ലല്ലുവിനെയും കൊണ്ട് ഹരി മുന്നിലും അജുവും ചേച്ചിമാരുടെ കൂടെ പുറകിലും കയറി. ഇത്തിരി നേരം വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് അജു ഫോണിലേക്ക് മിഴികൾ നീട്ടിക്കൊണ്ട് സൈഡ് ഗ്ലാസ്സിലേക്ക് ചാരിയിരുന്നു. സീത നടുക്കലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് മിററിൽ കൂടി കണ്ണൻ അവളെ വായിൽ നോക്കാൻ കൂടുതൽ എളുപ്പമായിരുന്നു. അവർക്കൊന്നും തടസ്സമാവാതെ തൻ്റെ നോട്ടം കൊണ്ട് പോലും പാറുവിന് വേദന നൽകരുതെന്ന് വാശിയുള്ളതുപോലെ ഹരി ലല്ലുമോളുടെ കൂടെ വിശേഷങ്ങൾ പറയുന്ന തിരക്കിലായിരുന്നു. പക്ഷേ അവൻ്റെ ആ നോട്ടങ്ങളില്ലാതെ അവയിൽ നിറയുന്ന സ്നേഹത്തിൽ അലിയാനും കൊതിച്ചുകൊണ്ടവൾ പിറകിലിരുന്ന് പിടയുന്നുണ്ടായിരുന്നു, അവരാരും അറിയാതെ. ഇരട്ട ജീവപര്യന്തം. സബാനൊരുക്കിയ കെണി അത്രയും വലുതായിരുന്നു. കാർത്തികിൻ്റെയും ജിതിൻ്റെയും മഹേഷിൻ്റെയും മനസ്സിൽ വെള്ളിടി വെട്ടിയതുപോലെയായിരുന്നു ആ വാർത്ത. പണത്തിൻ്റെ ഹുങ്കിൽ രക്ഷപ്പെട്ടു പോരുമെന്ന് തന്നെയായിരുന്നു ആ അവസാന നിമിഷം വരെയും അവർ പ്രതീക്ഷിച്ചിരുന്നത്. കാലുകൾ കുഴഞ്ഞു. കണ്ണിൽ പടരുന്നത് ഇരുട്ടാണ്. ഇനി ഈ ഇരുട്ടിലാണ് ജീവിതം മുഴുവനും. ആ ഓർമ്മയിൽ 3 പേരും പിടഞ്ഞു. ഉള്ളുകൊണ്ടവർ അലമുറയിട്ടു. പുറത്തേക്കിറങ്ങി ഓടാൻ ശരീരത്തിൻ്റെ ഓരോ അണുവും കൊതിക്കുന്നു. ഒരക്ഷരം പോലും ശബ്ദിക്കാനാവാതെ തങ്ങളെയും നോക്കിയിരിക്കുന്ന പ്രതാപ് വർമ്മയും രവിവർമ്മയും. ജിതിൻ എന്നൊരു തെമ്മാടിയെ മകനായി അംഗീകരിക്കുന്നില്ലെന്ന നിലപാടിൽ ഉറച്ചു നിന്നതുകൊണ്ട് തന്നെ സുധീഷ് വർമ്മ അങ്ങോട്ടേക്ക് വന്നിരുന്നില്ല. മകനായി അയാളൊന്നും ചെയ്തിട്ടുമില്ല. കയ്യിലുള്ള പണത്തിൻ്റെ മുക്കാലും വാരിക്കോരി എറിഞ്ഞിട്ടും സബാൻ താഴിട്ട് പൂട്ടിയ കുരുക്കഴിക്കാൻ പ്രതാപ് വർമ്മയ്ക്കും രവിവർമ്മയ്ക്കുമായില്ല. ഊണും ഉറക്കവുമില്ലാതെ ഓടി നടന്നിട്ടും ശിക്ഷയിൽ ചെറിയൊരു ഇളവ് വരുത്താൻ കൂടിയായില്ലെന്നത് അവരുടെ സങ്കടം കൂട്ടി. മക്കളുടെ നല്ല കാലത്തുള്ള ജീവിതം മുഴുവനും ഇനി ജയിലറക്കുള്ളിൽ തീർക്കേണ്ടി വരുമെന്ന ചിന്തയിൽ അങ്ങേയറ്റം വേദനയോടെ അവരുടെ നിസ്സഹായാവസ്ഥ. ചിലപ്പോഴൊക്കെയും നട്ടലുള്ളവർക്ക് മുന്നിൽ നിയമം മുട്ടുമടക്കില്ലെന്നുള്ള ഉറപ്പും പണത്തിനും പ്രതാപത്തിനുമപ്പുറം നീതിയെയും നിയമത്തെയും വിശ്വസിക്കാനും ചിലർക്കെങ്കിലും കരുത്ത് പകർന്നു. കേസ് വിട്ട് കളയാതിരിക്കാനും പരമാവധി ശിക്ഷ അവർക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് റിമിയുടെ ഡാഡി ജോൺ സബാനെ വന്നു കണ്ടിരുന്നു. അയാൾ നീട്ടിയ നോട്ടുകെട്ടുകളിലേക്ക് ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ സബാൻ ജോണിനെ മടക്കി അയച്ചു. എനിക്കുള്ള ശമ്പളം സർക്കാർ തരുന്നുണ്ട്. ജോലി ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ നോട്ടുകെട്ടുകളുടെ ബലമില്ലാതെ തന്നെ ഞാനത് ഭംഗിയായി ചെയ്യും. അവർക്ക് കിട്ടാവുന്ന മാക്സിമം ശിക്ഷ ഞാൻ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. ഇതെൻ്റെ വാക്കാണ്. നിങ്ങൾ ധൈര്യമായിട്ട് പോകും. നട്ടലുള്ള ഉഷിരുള്ള ഒരു പോലീസുകാരനായി സബാൻ വർഗീസ് ജോണിന് മുന്നിൽ തലയുയർത്തി നിന്നിരുന്നു ആ നിമിഷം. നിങ്ങൾക്ക് ഈ കാശുകൊണ്ട് അത്യാവശ്യങ്ങളൊന്നുമില്ലെങ്കിൽ ഇവിടെ അടുത്തൊരു ഓർഫനേജ് ഉണ്ട്. അതവിടെ ഏൽപ്പിക്കുക. അർഹിക്കുന്ന കൈകളിലേക്ക് ഈ കാശെത്തും എന്നത് ഉറപ്പാണ്. ആ മക്കളുടെ പ്രാർത്ഥന നിങ്ങളുടെ ഫാമിലിയുടെ മേൽ ഒരു തണലായി ഉണ്ടാകും. ഞാനിടയ്ക്ക് പോവാറുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അഡ്രസ്സ് തരാം. സബാൻ ജോണിനെ ഓർമ്മിപ്പിക്കാനും മറന്നില്ല. സബാൻ പറഞ്ഞത് സത്യമാണെന്ന് അവൻ പറഞ്ഞുകൊടുത്ത ഓർഫനേജിൽ നിന്നും തിരിച്ചിറങ്ങി പോരുമ്പോൾ ജോൺ അംഗീകരിച്ചിരുന്നു. സബാൻ വർഗീസ് എന്നുള്ള പേര് പോലും അവിടെയുള്ള മുതിർന്നവർക്കടക്കം ഒരുപാട് ബഹുമാനത്തോടെയാണ് പറഞ്ഞിരുന്നത്. അത് പക്ഷേ അയാളൊരു പോലീസുകാരനായതുകൊണ്ടല്ല. എല്ലാ മാസവും കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു വിഹിതം ആ അനാഥ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുന്ന നന്മ നിറഞ്ഞൊരു സാധാരണ മനുഷ്യനോടുള്ളതാണെന്നും ജോൺ അവിടെ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അവിടെയുള്ള അവസ്ഥ നേരിട്ട് കണ്ടറിഞ്ഞ അയാൾ കയ്യിൽ കരുതിയതിനേക്കാളും കുറച്ച് ലക്ഷങ്ങൾ കൂടി അവർക്ക് വേണ്ടി കൊടുത്തിട്ടാണ് തിരികെ മടങ്ങിയത്. അന്ന് വരെയും അനുഭവിച്ചിട്ടില്ലാത്ത മനസമാധാനം അന്ന് ആദ്യമായി ജോൺ അറിയുകയായിരുന്നു. അർഹിക്കുന്നവരെ പരിഗണിക്കാൻ പഠിച്ചൊരു മനുഷ്യനായിട്ടാണ് ജോൺ അവിടെ നിന്നും പടിയിറങ്ങിയത്. നോട്ടുകെട്ടുകൾ കൊണ്ട് കിട്ടാത്ത ഈ സംതൃപ്തിക്ക് അന്നേരം വരെയും അയാൾ മനസ്സുകൊണ്ട് സബാനോട് 1000 പ്രാവശ്യം നന്ദി പറഞ്ഞിരുന്നു. സത്യമായിട്ടും നിങ്ങളെന്നെ തേടി വരുമെന്ന് ഞാൻ കരുതിയില്ല കുട്ടികളെ. കല്യാണി അമ്മയുടെ സന്തോഷം നിറഞ്ഞ വാക്കുകൾ. അവരെല്ലാവരും ചിരിച്ചുപോയി. പ്രസരിപ്പോടെ ഐശ്വര്യത്തോടെയുള്ള അവരുടെ രൂപം. അവർക്കവിടെ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെയില്ലെന്ന് അവർക്കെല്ലാം മനസ്സിലായി. ഉപേക്ഷിച്ച് കളഞ്ഞതാണെന്ന് കരുതിയോ? വന്ന് കണ്ടോളാമെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? സീത അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അതിനൊന്നും ഉത്തരം പറയാതെ അവരൊന്ന് ചിരിച്ചു. വെറുതെ പറഞ്ഞതാണെന്ന് കരുതിയല്ലേ? പാറുവും അവരുടെ നേരെ നോക്കി ചിരിച്ചു. സുനിൽ യാതൊരു പരിഭവവും കൂടാതെ ഇടപെട്ടുവെങ്കിലും അയാളുടെ ഭാര്യയ്ക്ക് ഹരിയോടൽപ്പം നീരസമുണ്ടായിരുന്നു. അവരത് കാര്യമാക്കിയതുമില്ല. മോനെ. അവരുടെ തിളങ്ങുന്ന കണ്ണുകൾ ഹരിയിലേക്ക് നീണ്ടു. ഹരി ചിരിയോടെ അവർക്കരികിലിരുന്നു. സുഖാണോ അമ്മമ്മയ്ക്ക്?
ആ മെല്ലിച്ച കൈകളിൽ തലോടിക്കൊണ്ടവൻ ചോദിച്ചു. ഇവിടിപ്പോൾ ആർക്കും ദോഷമൊന്നുമില്ല മോനെ, ഉത്സാഹത്തോടെ കല്യാണമ്മ പറഞ്ഞു. അമ്മമ്മയും അങ്ങോട്ട് അങ്ങനെ തന്നെ വേണം. ഉള്ളിൽ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ ദേഷ്യം കാണിക്കരുത്. പണ്ട് സീതയെ ചക്രശ്വാസം വലിപ്പിച്ചതുപോലെ. കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് ഹരി പറഞ്ഞു. കല്യാണിയമ്മ ഉറക്കെ പൊട്ടി പൊട്ടി ചിരിച്ചുപോയി. അമ്മമ്മയ്ക്ക് എന്നെ മനസ്സിലായോ? കണ്ണനും ഹരിയിരുന്നതിൻ്റെ എതിരെ ഇരുന്നു കൊണ്ട് ചോദിച്ചു. ഇല്ലെന്ന് തലയാട്ടി കാണിച്ചു കൊണ്ടവൻ ഹരിയെ നോക്കി. കൊച്ചുമോളുടെ ചെക്കനാ, അവരുടെ കല്യാണാണ്, അത് പറയാൻ വേണ്ടി വന്നതാ ഞങ്ങൾ. ഹരി പറഞ്ഞത് കേട്ടിട്ട് അവരുടെ മുഖം വിടർന്നു. ചിരിയോടെ കണ്ണനെ നോക്കി. അജു ലല്ലുമോളെയും കയ്യിലെടുത്തുകൊണ്ട് അരികിൽ നിൽപ്പുണ്ട്. മുത്തശ്ശിയുടെ അനുഗ്രഹം വേണം ഞങ്ങൾക്ക്, കണ്ണൻ ചിരിയോടെ പറഞ്ഞു. അതെപ്പോഴും എൻ്റെ മക്കളുടെ കൂടെ ഉണ്ടാകും. അവരുടെ നോട്ടം സീതയുടെയും പാർവിൻ്റെയും നേരെ നീണ്ടു. ആ സ്വരം ഇടറി. അച്ചു, മോനെന്താ മാറി നിൽക്കുന്നേ? ഇങ്ങ് വായോ. ആ മെല്ലിച്ച കൈകൾ അച്ചുവിന് നേരെ നീണ്ടു. അച്ചുവിനോടും അവർ വിശേഷങ്ങൾ ചോദിച്ചു. എൻ്റെ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോഴാ. അതിനും ഒരു ജീവിതം വേണ്ടേ? കല്യാണിയമ്മയുടെ വേദന നിറഞ്ഞ കണ്ണുകൾ പാറുവിന് നേരെ നീണ്ടു. അതിനിനി അമ്മമ്മയുടെ കുട്ടി മാത്രം വിചാരിച്ചാൽ മതിയല്ലോ. അവരെ ചേർത്ത് പിടിച്ച് കണ്ണൻ പറഞ്ഞതിൻ്റെ പൊരുൾ അവർക്ക് മനസ്സിലായില്ലെങ്കിലും എല്ലാവരുടെയും കണ്ണുകൾ പാറുവിൻ്റെ നേരെയായിരുന്നു. പിടച്ചിലോടെ അവൾ മുഖം കുനിച്ചപ്പോൾ ഹരി കണ്ണനെ നോക്കി പല്ല് കടിച്ചു. കണ്ണൻ അവനെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. കല്യാണത്തിൻ്റെ കാര്യങ്ങളൊന്നും ആദ്യം പറഞ്ഞില്ല എന്നുള്ള പരിഭവം സുനിൽ പറഞ്ഞെങ്കിലും കണ്ണനും ഹരിയും കൂടി അയാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. വേണ്ടെന്ന് എത്ര പറഞ്ഞിട്ടും സുനിലും ഭാര്യയും നൽകിയ ചെറിയൊരു സൽക്കാരവും കഴിഞ്ഞ് അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ കല്യാണത്തിന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നൽകാൻ പാകപ്പെട്ടൊരു മനസ്സുമായിട്ടാണ് സുനിൽ അവരെ യാത്രയാക്കിയതും.